ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മേ, മേരി മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈ ആത്മീയ വചന ചിന്തകൾ എന്നുള്ള ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വചനഭാഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇവിടെ വചനം പറയുകയാണ്, യേശുവിനെ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും, ആത്മാവിന്റെ രക്ഷ പ്രാപിക്കുമെന്ന് വചനം പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം തിരുവചനം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇവിടെ രണ്ട് വചനങ്ങൾ പറയണേ, ഏറ്റുപറയണം. ആദ്യത്തെ വചനത്തിൽ പറയുന്നു വിശ്വസിക്കണം, അധരം കൊണ്ട് ഏറ്റുപറയണം. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ എത്ര പേര് യേശുവിനെ ഏറ്റുപറയുന്നവരാണ്? ക്രിസ്ത്യാനിയാണ്, പക്ഷെ എത്ര പേര് ഈശോയെ ഏറ്റുപറയുന്നുണ്ട്? നമ്മൾ സുവിശേഷം മുഴുവനും പരിശോധിക്കുക, അവിടെ യേശുവിനെ ഏറ്റുപറയുന്നവരെ കാണാൻ പറ്റും. സമരിയാക്കാരി സ്ത്രീ യേശുവിൽ നിന്ന് അനുഭവം ഉണ്ടായ ശേഷം ജനത്തിന്റെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ശതാധിപൻ, കുരിശിന്റെ ചൂട്ടി നിൽക്കുന്ന ശതാധിപൻ. ഈ വ്യക്തിയിൽ ഒരു തെറ്റുമില്ല, ഈ വ്യക്തി നീതിമാനായിരുന്നു എന്ന് ഏറ്റുപറയുന്നു. ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടത്തിലിരുന്ന തോമസ് വീണ്ടും അനുഭവം ഉണ്ടാകുമ്പോൾ ഏറ്റുപറയുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയുന്നതാണ്. അതുകൂടാതെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തില് ജന്മന അന്ധനായ ഒരു യുവാവ് സൗഖ്യം കിട്ടിയ ശേഷം യേശുവിനെ ഏറ്റുപറയുന്നുണ്ട് പല വ്യക്തികളുടെ മുമ്പിലായിട്ട്. അതുകൊണ്ട് ഇവരുടെ ബൈബിള് മുഴുവനും കാണിച്ചു തരുന്നതാണ് അധരം കൊണ്ട് ഏറ്റുപറയണം. നമുക്കറിയാം, വിശ്വസിക്കുന്ന കാര്യത്തെ ഒരു ക്രിസ്ത്യാനി ഏറ്റുപറയുക, അതാണ് വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണം സമൂഹം മുഴുവനും ഒന്നിച്ച് ഏറ്റുപറയുകയാണ്. ഇനി ഈ ക്രൈസ്തവ സഭയിലേക്ക് ഒരു കുഞ്ഞിനെ മാമോദീസ മുക്കുവാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ദേവാലയത്തിന്റെ ഏറ്റവും മോണ്ടളത്തിൽ വെച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കൂ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുന്നു എന്ന് ഏറ്റുപറയണം. അപ്പോൾ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ഏറ്റുപറയണം. ഇന്ന് പള്ളിയിൽ പോകുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും കുടുംബത്തിൽ മക്കളുടെ മുമ്പിൽ എത്ര പേര് ഈശോയെ ഏറ്റുപറയുന്നുണ്ട്? കുടുംബത്തിലെ പുരോഹിതനാണ് കുടുംബനാഥൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കുകയും യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ജീവിതം കൊണ്ടും സംസാരം കൊണ്ടും ഏറ്റുപറയുന്നവരുണ്ടോ? ഒരു ജീവിതം സമർപ്പിച്ച സിസ്റ്റർ എത്ര പേരുടെ മുമ്പിൽ ഈശോയെ ഏറ്റുപറയുന്നുണ്ട്? അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഒരു വൈദികൻ ഈശോയെ ഏറ്റുപറയുന്നുണ്ടോ? നമ്മൾ ഈശോയെ ഏറ്റുപറയുന്നില്ലെങ്കിൽ നമ്മുടെ രക്ഷ അസാധ്യമാണ്. ഒരു ഹൃദയത്തിൽ ഒരു വ്യക്തിക്ക് യഥാർത്ഥ ദൈവാനുഭവം ഉണ്ടായാൽ സക്കേവൂസിനെ പോലെ, സമരിയക്കാരി സ്ത്രീയെ പോലെ ഏറ്റുപറയുന്ന വ്യക്തിയായി തീരണം. അതുകൊണ്ട് ഇന്ന് പറയപ്പെട്ട ഏറ്റുപറയണ എന്തറിയണം? നമുക്ക് യേശുവിനെ അറിയണം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഈ അറിവ് എവിടെ നിന്ന് ലഭിക്കും? ദൈവവചനത്തിൽ നിന്ന്. അപ്പൊ ഒരു ക്രിസ്ത്യാനി ദൈവവചനം കൂടെ കൊണ്ടു നടക്കുവാനും വായിക്കുവാനും ഭയപ്പെടുന്ന അല്ലെ നാണിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവനെ എവിടുന്നാണ് ഈശോയെ കുറിച്ചുള്ള അറിവ് കിട്ടുന്നത്? അതുകൊണ്ട് ഒരു വിശുദ്ധൻ പറഞ്ഞു, ദൈവവചനത്തോടുള്ള അജ്ഞത ക്രിസ്തുവിനോടുള്ള അജ്ഞതയാണ്. ഒരു വ്യക്തിക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവ് കിട്ടുന്നതും ഈ അറിവിൽ വളരാൻ സാധിക്കുന്നതും ദൈവവചനം വായിക്കുക എന്നുള്ളതാണ്. ദൈവവചനം കൂടെ കൊണ്ടു നടക്കുക. അപ്പോഴാണ് ഈ ദൈവവചനത്തെക്കുറിച്ചും യേശുവിനെ കുറിച്ചുള്ള അറിവ് കിട്ടുന്നത്. ഈ അറിവ് നിറഞ്ഞെങ്കിലേ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റും. ഇന്ന് പള്ളിയിൽ പോകുന്ന അനേക ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ ആത്മീയ കാര്യങ്ങളും ചെയ്യുന്നത്, പക്ഷെ ദൈവവചനം വായിക്കുന്ന എത്ര പേരുണ്ട്? ദൈവവചനം എന്നും വായിക്കുന്ന വൈദികരുണ്ടോ? സിസ്റ്ററുണ്ടോ? ഒരു അൽമായരുണ്ടോ? ഒരു യുവജനങ്ങളുണ്ടോ? അവിടെയാണ് ക്രിസ്തുവിന്റെ അറിവുണ്ടാകുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഈശോയിലേക്ക് നേടാൻ പറ്റുള്ളൂ. ഇന്ന് അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവവചനം അറിയത്തില്ലെങ്കിൽ, ദൈവവചനം അറിയത്തില്ലാത്ത ഒരു വ്യക്തി യേശുവിനോട് ചുമ്മാ ഓടുന്നുണ്ടെ ശ്രദ്ധിച്ചാൽ കുറച്ച് കഴിയുമ്പം ആ വ്യക്തിയുടെ തീഷ്ണത നശിച്ചു പോകും. കാരണം ദൈവവചനം പറയുന്നത് തന്നെ, അവർക്ക് തീഷ്ണതയുണ്ട്, പക്ഷെ അത് ശരിയായ അറിവിൽ നിന്നല്ല. അപ്പോൾ യഥാർത്ഥ ദൈവവചനം നിറയുമ്പോൾ നമ്മുടെ അസ്ഥിക്കുള്ളിൽ അടച്ചിട്ട ഒരു അഗ്നി പോലെ ഈ ദൈവവചനം നമ്മളെ പ്രവർത്തിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളായി നമ്മൾ ഓരോരുത്തരും യേശുവിനെ കുടുംബത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുന്നവരാണ്. നമ്മൾ ചിന്തിച്ചു നോക്കാം, ശുശ്രൂഷകർ ഈശോയെ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ മൈക്ക് കൊണ്ട് ഏറ്റുപറയും, അല്ലെങ്കിൽ സ്റ്റേജ് കിട്ടിയ പ്രസംഗിക്കും. പക്ഷെ
ഒരു വേറൊരു സ്ഥലത്ത് റോട്ടിൽ വെച്ച് ഒരു ആശുപത്രി വെച്ച് 2 ശുശ്രൂഷ കൂടിയാൽ നമ്മുടെ സംസാര വിഷയം ദൈവവചനമാണോ ഈശോയാണോ എന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് പള്ളിയിൽ പോകുന്നവരും വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരും വചനം വായിക്കുന്നവരും ചെയ്യുന്നത്, പക്ഷേ അധരം കൊണ്ട് ആരുടെ മുമ്പിലും ഈശോയെ ഏറ്റു പറയത്തില്ല. അവിടെയാണ് അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ കണ്ടല്ലോ, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈശോയെ ഏറ്റുപറയുന്നവരാകാം. ആ ഏറ്റുപറയാനുള്ള അറിവ് കിട്ടുന്ന ഇവിടുന്നാണ്, ദൈവവചനത്തിലാണ്. ആ ദൈവവചനം നമ്മൾ എന്നും വായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. എങ്കിലേ ആത്മാക്കളെ നേടുവാൻ നമുക്ക് സാധിക്കുന്നത്. എല്ലാവർക്കും മൈക്കെടുത്ത് പ്രസംഗിക്കാനുള്ള അഭിഷേകം കിട്ടത്തില്ല, എല്ലാവർക്കും യൂട്യൂബ് വഴി പ്രസംഗിക്കാൻ കിട്ടില്ല. പക്ഷേ നമുക്ക് ആയിരിക്കുന്ന കണ്ടുമുട്ടുന്ന വ്യക്തികളോട് ഭയപ്പെടേണ്ട, ഈശോ നിങ്ങളെ സഹായിക്കും. ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയാകുമ്പോൾ, ദൈവവചനത്തിന്റെ സാക്ഷി, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോഷന്മാരാകും. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി പോഷന്മാരായെങ്കിൽ മാത്രമേ നമുക്ക് ആത്മാക്കളെ നേടാൻ സാധിക്കത്തുള്ളൂ, ഈശോയ്ക്ക് സാക്ഷിയാകത്തിരുമോ. അതിനാൽ ദൈവവചനം വായിക്കുക, ഈശോയെ എവിടെയും ഏറ്റുപറയുന്നവരായി തീരുക. അതിന് പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവിന്റെ ദൈവത്വം എവിടെയും ഏറ്റുപറയുവാൻ, പ്രഘോഷിക്കുവാൻ സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ. കൃപയുടെ അഗ്നി കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയുടെ പരിശുദ്ധ നാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. ആമേൻ.